ജസ്ന തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. കാണാതാകുന്നതിന് 2 ദിവസം മുൻപ് ജസ്നയെ ലോഡ്ജിൽ വെച്ച് കണ്ടുവെന്ന് മുണ്ടക്കയം സ്വദേശി പറയുന്നു. ആരോപണം ലോഡ്ജ് ഉടമ നിഷേധിച്ചിട്ടുണ്ട്. മുണ്ടക്കയം സ്വദേശിയുടെ വെളിപ്പെടുത്തൽ അന്വേഷണം വഴിതെറ്റിക്കാനാണെന്ന് ജസ്നയുടെ പിതാവ് പ്രതികരിച്ചു. മുണ്ടക്കയത്തെ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ CCTVയിലാണ് ജസ്ന നടന്നുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. ഇതിന് സമീപമുള്ള ലോഡ്ജിൽ ജസ്ന എത്തിയെന്നാണ് ഇവിടുത്തെ ജോലിക്കാരിയായിരുന്ന സ്ത്രീ പറയുന്നത്. ഒരു യുവാവും ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. പത്രത്തിൽ പടം കണ്ടിയ കാണാതായപ്പോഴത്തേക്ക് ഫോട്ടോ കണ്ടു പത്രത്തിൽ. അന്നേരം ഞാൻ ബിജുവിനോട് പോയിട്ട് ചോദിച്ചു, ബിജു അന്ന് വന്നാൽ കൊച്ചല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വേറെ പണിയൊന്നുമില്ല, പിന്നെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞ് ഉണ്ടാക്കരുതെന്ന്. ലോഡ്ജ് ഉടമയുടെ ഭീഷണിയെ തുടർന്നാണ് ഇതുവരെ വിവരം പറയാതിരുന്നതെന്നും ഇവർ പറയുന്നു. ഭീഷണിപ്പെടുത്തിട്ടാണ് ഞാൻ ആരോടും പറയുന്നത്. ഇന്നിപ്പം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അവരോട് ഞാൻ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ ലോഡ്ജ് ഉടമ നിഷേധിച്ചു. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യമാകാമെന്നാണ് വിശദീകരണം. വ്യക്തിപരമായ വൈകാര്യം തീർക്കാൻ വേണ്ടി ഇതൊരു കഴിവാക്കി തീർക്കുന്നതാണ്. ഇതിന് പിന്നിൽ കുറേ പേരുണ്ട്. ജാതിപ്പേര് വിളിച്ച് നമ്മൾ കേസ് കൊടുത്തെങ്കിൽ ആ കേസ് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടുന്ന 2 ദിവസം മുമ്പ് 5 ലക്ഷം രൂപയും അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം വീട് കൊടുത്തില്ലെങ്കിൽ നീന്റെ ലോഡ്ജ് പൂട്ടുമെന്നുള്ള ഭീഷണിയുണ്ട്. അതിന്റെ റിപ്പോർട്ടെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതിനിടെ വെളിപ്പെടുത്തൽ അന്വേഷണം വഴിതിരിച്ചു വിടാനാണെന്നാണ് ജസ്നയുടെ പിതാവ് പറയുന്നത്. CBI അന്വേഷണം ശരിയായ ദിശയിലാണെന്നും പിതാവ് ജെയിംസ് 24നോട് പറഞ്ഞു. CBI കൃത്യമായിട്ട് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അവർ ഈ മേഖലയിൽ തന്നെയുണ്ട്. പക്ഷേ പുറത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അന്വേഷണത്തിൻ്റെ കാര്യമാണ്. നമ്മളൊരു വഴി അന്വേഷിച്ച് പോകുമ്പോഴത്തേനും വേറെ വഴിയിലേക്ക് ഇവർ കൊണ്ടുവരും. ലോഡ്ജ് ഉടമയ്ക്കെതിരെ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പരാതി മുണ്ടക്കയം സ്വദേശിനി നൽകിയിട്ടുണ്ട്. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഇവരുടെ മൊഴിയെടുക്കും. 24 കോട്ടയം. എബിൻ ജോസിന്റെ കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോണിലായി. ലെബിൻ, അതിപ്പോൾ ഈ ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുതിയ വെളിപ്പെടുത്തൽ അത് പുതിയതല്ല എന്ന് മുണ്ടക്കയം സ്വദേശിനി പറയുന്നുണ്ടെങ്കിലും അത് വഴിതിരിച്ചുവിടാനുള്ള ഒരു അഭിപ്രായമാണ് ഈ ജസ്നയുടെ പിതാവ് ജെയിംസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണാതാകുന്നതിന് ദിവസം മുൻപ് ഈ ജസ്ന ഒരു ലോഡ്ജിലെത്തി, കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്. അത് നേരത്തെ ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നുകൂടി പറയുന്നുണ്ടല്ലോ ഇവർ. അപ്പോൾ എന്താണ് ഇവരുടെ വെളിപ്പെടുത്തൽ? ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്താനുള്ള സാഹചര്യവും പശ്ചാത്തലവും എന്താണ്? ഇവർ ജോലി ചെയ്ത ആ ലോഡ്ജിലെ ഉടമ ഇതെല്ലാം നിഷേധിക്കുന്നുണ്ട്. തന്നോട് വ്യക്തിവൈരാഗ്യമുണ്ട് എന്നവർ പറയുന്നുമുണ്ട്. അതിൻ്റെ ഒരു കാരണത്താൽ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ ഒരു വലിയ കാര്യം, അല്ലെങ്കിൽ ഇത്തരം മാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ വെളിപ്പെടുത്തുമ്പോൾ എന്ന ചോദ്യം കൂടി ഉണ്ടല്ലോ എബിൻ. പ്രജിൻ, നിലവിൽ ജസ്ന തിരോധാന കേസ് CBIയുടെ അന്വേഷണ പരിധിയിലുള്ളതാണ്. CBI അന്വേഷണം തുടരുകയാണ്. കുടുംബം ഉൾപ്പെടെ ഈ കാര്യമാണ് പ്രതികരിക്കുന്നത്. നിലവിൽ മുണ്ടക്കയത്തെ ഒരു ലോഡ്ജിലെ മുൻ ജീവനക്കാരിയാണ് നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ജസ്നയെ കാണാതാവുന്നതിന് 2 ദിവസം മുന്നേ ജസ്നയോട് രൂപസാദൃശ്യമുള്ള ഒരാൾ ഈ ലോഡ്ജിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ജീവനക്കാരി പറയുന്നത്. കൂടെ ഒരു യുവാവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ജസ്നയെ കാണാതായ അന്ന് മുതലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ലോഡ്ജിന് സമീപത്തെ വസ്ത്രവ്യാപാര കേന്ദ്രത്തിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നിർണായക തെളിവായിട്ട് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ പരിശോധിച്ചിട്ടുള്ളത്. CBIയും അതാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മൊഴിയാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്തലാണ് ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന്, ഈ ജീവനക്കാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതേസമയം ഈ ലോഡ്ജിലെ ഉടമ ഈ കാര്യങ്ങൾ നിഷേധിക്കുന്നു. ഇത്തരത്തിൽ ഒന്നില്ല എന്നുള്ളതാണ് ലോഡ്ജ് ഉടമ നിഷേധിക്കുന്നത്. ഈ ജീവനക്കാരി പറയുന്നത് നേരത്തെ ഈ ക്രൈംബ്രാഞ്ച് ഈ കാര്യത്തിൽ മൊഴിയെടുത്തപ്പോൾ കൃത്യമായി മൊഴി നൽകിയതാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ലോഡ്ജ് ഉടമ ഈ കാര്യം നിഷേധിക്കുന്നുണ്ട്. ജസ്നയുടെ പിതാവ് പറയുന്നത് ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. ഈ സ്ത്രീ നേരത്തെ തന്നെ വിളിച്ചിരുന്നു, കഴിഞ്ഞ 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു എന്നുള്ളതും ജസ്നയുടെ പിതാവ് പറയുന്നു. നിലവിൽ CBIയുടെ അന്വേഷണം കൃത്യമായ രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ജസ്നയുടെ പിതാവ് പറയുന്നത്. ഏതായാലും ഈ CBI കേസിൽ ഈ ജീവനക്കാരിയുടെ, ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും അന്വേഷണം CBIയുടെ പക്കലാണുള്ളത്. അന്വേഷണം പുരോഗമിക്കുക എന്നുള്ളത് വിശദാംശങ്ങളാണ് CBIയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. പ്രജിത്. ശരി, എബിൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇത് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് എന്ന് ജസ്റ്റിന്റെ പിതാവ് തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ പുതിയ വെളിപ്പെടുത്തൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുമോ എന്ന് നമുക്ക് നോക്കാം.